അപ്പൊ എന്റെ ശരിക്കുള്ള ലിപ്പിന്റെ കളർ ഇന്ന് എന്റെ വ്യൂവേഴ്സ് ഒക്കെ അറിയും. ഞാൻ ഇത്ര നാളുണ്ടല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒന്നുമില്ല. അറ്റാ ഡയലോഗ് പറയത്തില്ലേ, മൂക്കിൽ ഒഞ്ഞി ഓയിൽ ഒഞ്ഞി. കുറച്ച് ആഫ്റ്റർ കെയർ ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാനുള്ളത്. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കേസ് ക്ലിനിക്കിൽ വന്നേക്കാണ് കേട്ടോ. അറക്കപ്പടിയിലാണ് നമ്മുടെ കേസ് ക്ലിനിക്ക് വരിക. ഓൾമോസ്റ്റ് എൻ്റെ സ്കിന്നിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ റിംഷ തന്നെയാണ്. എൻ്റെ പേഴ്സണൽ കൺസൾട്ടൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ എല്ലാം ഇങ്ങനെ വിളിച്ചിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്തിനാണെന്നറിയോ, ലിപ് കോണ്ടോറിങ് ചെയ്യാൻ, ലിപ് ഷെയ്ഡിങ്. ലിപ് കോണ്ടോറിങ് ആൻഡ് ഷെയ്ഡിങ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോണ്ടോറിങ് ഷെയ്ഡിങ് വേറെ സെയിം ആണ്. ലിപ് കോണ്ടോറിങ് ആൻഡ് ഷെയ്ഡിങ് രണ്ടും സെയിം തന്നെയാണ്. സെയിം തന്നെയാണ്. കോണ്ടോറിങ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് കൊണ്ടുവരുന്നത്, ഷെയ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കൊടുക്കും. അപ്പം എനിക്കുള്ള കളറെല്ലാം പ്രിഫർ ചെയ്തിട്ടില്ലേ? അല്ലേ, ഇനിഷ്യലി നമ്മൾ ന്യൂട്രലൈസേഷൻ ആണ് ചെയ്യുന്നത്, പിന്നീടാണ് നമുക്കത് കളറിലേക്ക് മാറുന്നത്. ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ലൈറ്റ് ആക്കി നാച്ചുറൽ കളറിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പിന്നെ നമ്മൾ കളർ കൊടുക്കുന്നത്. അതായത് ബേബി പിങ്കോ പീച്ചോ അങ്ങനെ ന്യൂട്രൽ കളേഴ്സ് കൊടുക്കണം. അപ്പം ഇത് എത്ര സിറ്റിംഗ് വരെ? രണ്ടാണോ? ഇല്ല, 2 to 3 ആണ്, ഡിപ്പെൻഡിങ് ഓൺ ഡാർക്ക്നെസ് ആണ്. അപ്പോൾ എൻ്റെ ശരിക്കുള്ള ലിപ്പിന്റെ കളർ ഇന്ന് എൻ്റെ വ്യൂവേഴ്സ് ഒക്കെ അറിയും. ഞാൻ ഇത്ര നാളുണ്ടല്ലോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഡാർക്കാണ്. ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുണ്ടല്ലോ ഡാർക്കായി പോയി. അപ്പം നേരത്തെ ഒന്നും നോക്കത്തൊന്നും ഇല്ലായിരുന്നു. നല്ല കളർ കാണുമ്പോൾ അതങ്ങോട്ട് എടുത്തിടുമായിരുന്നു. അതായിരുന്നു പ്രശ്നം. അതിന്റെ കോണ്ടൻസ് ഒന്നും നോക്കാണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ലിപ് ഷെയ്ഡിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ലിപ്പ് സ്വെല്ലിംഗ് ഉണ്ടാവും, പ്ലം പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ആ ഒരു ടൈമിൽ കാണത്തില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്താ സംഭവം? ഇപ്പം ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ട് പ്രൊസീജിയർ തുടങ്ങാം. ബോർഡർ വരച്ച് പിന്നെ ഷെയ്ഡിങ് കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ ഇടയ്ക്ക് സംസാരിക്കാൻ തോന്നില്ല. സംസാരിക്കാൻ ബോർഡർ വരയ്ക്കുന്നവരെ നമുക്ക് സംസാരിക്കാം. പക്ഷെ പിഗ്മെന്റേഷൻ തുടങ്ങുമ്പോഴത്തേനും ഞാൻ കോട്ടൺ വെക്കും, പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കോട്ടൺ ഇവിടെ ചുണ്ടിന്റെ അകത്ത് വെക്കും, പല്ലേല് സ്റ്റെയിൻ ആവാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന ടൈമിൽ എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ഡൗട്ടൊക്കെ ഞാൻ ചോദിച്ചേക്കാം. അപ്പൊ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് അറിയോ, ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പൊ നനയാൻ അത്ര പാടില്ല. 1 hour കഴിഞ്ഞിട്ടേ നമുക്ക് ലിപ്പൊക്കെ നനയ്ക്കാൻ പറ്റുള്ളൂ. ജ്യൂസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ തന്നെ സ്ട്രോയിൽ കുടിക്കണം. വാസ്ലിൻ ഫുൾ ടൈം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ലിപ് ബാം ഇന്ന് ഫുള്ളും നനയ്ക്കാൻ പാടില്ല. ഇല്ല, ജസ്റ്റ് ഒന്ന് നനഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഫുൾ ടൈം നമ്മുടെ ലിപ്സിൽ ലിപ് ബാം ഉണ്ടാവണം, എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടാവണം. അപ്പം ഈ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും പറഞ്ഞില്ലേ, അത് 48 hours അത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഈ ലിപ് ഷെയ്ഡിങ്ങിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? റേറ്റ് 8,000 ആണ് ഫസ്റ്റ് സിറ്റിംഗ്. സെക്കൻഡ് സിറ്റിംഗ് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നല്ല ഡാർക്ക് ഒക്കെ ആണെങ്കിൽ, നല്ല ഡാർക്ക് ആണെങ്കിൽ ഫസ്റ്റ് 8 ആണ്, എന്തായാലും ഫസ്റ്റ് 8 ആണ്. സെക്കൻഡ് തൊട്ട് നല്ല ഡാർക്ക് ഒക്കെ ആണെങ്കിൽ 2 സിറ്റിംഗ് 8 വരും, തേർഡ് സിറ്റിംഗ് 6 വരും. പിന്നെ ഒന്നുമില്ല. പെയിൻ ഉണ്ടോ? അപ്പൊ നമുക്കിനി കോട്ടൺ വെക്കാം. നമ്മുടെ നമ്പിങ് പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമുക്ക് കോട്ടൺ വെച്ചിട്ട് പ്രൊസീജിയർ തുടങ്ങാം കേട്ടോ. ആൾക്ക് നമ്പായത് കാരണം സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ പ്രൊസീജിയർ തുടങ്ങാൻ പോവാണ്. കോട്ടൺ എല്ലാം വെച്ചു സെറ്റായി. അപ്പം രേഷ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഈ കോട്ടൺ ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. പെയിൻ ഉണ്ടോ? നമ്മൾ 3rd പാസ് ആണ് ചെയ്യുന്നത്. ഇതും കൂടെ കഴിഞ്ഞ് പിഗ്മെന്റ് ഇട്ട് ഒരു 10 minutes വെച്ചിട്ട് പ്രൊസീജിയർ കഴിയും കേട്ടോ. ഇതില്ലേ ഏത് ഏജ് ഉള്ളത്? 18+ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ കെയർ എന്താ? ആഫ്റ്റർ കെയർ ഞാൻ പറയാം. പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയാട്ടോ. കുറച്ച് ആഫ്റ്റർ കെയർ ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാനുള്ളത്. അറ്റാ ഡയലോഗ് പറയത്തില്ലേ, മൂക്കിൽ ഒഞ്ഞി ഓയിൽ ഒഞ്ഞി. തോന്നണോ? ഉണ്ടോ?
ഇതിടും കേട്ടോ. നോ പേരുണ്ടായിരുന്നോ? ഇല്ലേ? ചുമ്മാ കണ്ണിങ്ങനെ അടയ്ക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ അടച്ച് റെസ്റ്റ് എടുക്കുന്നതല്ലേ, ഞാൻ എടുക്കുന്നില്ല, അറിയുന്നേ ഇല്ല ഇതൊന്നും. ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ നീ ചെയ്യണ്ട, നീ അങ്ങനെ റെഡിൽ ആക്കണ്ട. ചേച്ചിക്ക് ഇപ്പൊ എത്ര സെറ്റ് വേണ്ടി വരും? ചേച്ചിക്ക് 3 sets. ഇപ്പൊ എനിക്കാണല്ലോ 4. ലെൻസിന്റെ സ്കിന്നും ഇച്ചിരി ഹാർഡാണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ സ്മോക്കിംഗ് എനിക്ക് ചെയ്യാതെ ഇരിക്കണം നല്ലോ അല്ലേ? സ്മോക്കിംഗ് ചെയ്യാവോ? എല്ലാവർക്കും ചെയ്യാം. 2 years അതല്ല, സ്മോക്കിംഗ് ചെയ്യാവോ? സ്മോക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ആ ഹീലിംഗ് പീരീഡിൽ സ്മോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൊണ്ട് ഇത് ഉള്ളതിനെക്കാട്ടും ഇതാവും. ഓക്കെ, അപ്പോൾ ലിപ് കോണ്ടറിങ് അല്ലെങ്കിൽ ലിപ് ഷെയ്ഡിങ് അത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ഔട്ട്രോയിൽ ചിലപ്പോഴേ വരുള്ളൂ, കാരണം വെച്ചാൽ സ്വെല്ലിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത്രയ്ക്ക് സ്വെല്ലിംഗ് ഇല്ല, വലിയ കാര്യമായിട്ട് സ്വെല്ലിംഗ് വന്നില്ല രേഷ്മയ്ക്ക്. വലിയ അധികം പിഗ്മെന്റേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. കുറച്ച് ഡാർക്ക്നെസ് കൂടിയവർക്ക് കുറച്ചധികം സ്വെല്ലിംഗ് വരും, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആയവർക്കൊക്കെ കുറച്ച് സ്വെല്ലിംഗ് കൂടും. എൻ്റെ ഭാഗ്യം. അപ്പോൾ ഉണ്ടല്ലോ ഇതിന്റെ ആഫ്റ്റർ കെയർ 48 hours വെള്ളം തൊടരുത്. ഇപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുവാണെങ്കിൽ സ്ട്രോ എല്ലാം ഉപയോഗിച്ച് ബ്രഷിങ്ങിൻ്റെ സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഫുൾ ടൈം നമ്മളെ ഒരു മോയ്സ്ചറൈസിങ് ലിപ് ബാം എന്തായാലും ലിപ്പിൽ ഉണ്ടാവണം. അപ്പോൾ ഡ്രൈ ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എവറി 1 hour, half an hour to 1 hour കൂടുമ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്തോണ്ടിരിക്കും. ഇല്ലെങ്കിൽ നോർമൽ വാസലിൻ അപ്ലൈ ചെയ്താൽ. പിന്നെ ഉണ്ടല്ലോ സംസാരിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കാം, മറ്റുള്ളവർക്ക് തോന്നത്തില്ല. ഇല്ല, നംനെസ് ഉള്ളത് കാരണം ചുണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ക്ക്. അപ്പം വാസലിൻ അല്ലെങ്കിൽ ലിപ് ബാം മോയ്സ്ചറൈസർ എപ്പോഴും ചുണ്ടിലുണ്ടാവണം. 3 days കഴിഞ്ഞിട്ട് ജസ്റ്റ് ഹീൽ ആവാൻ തുടങ്ങും. ഇപ്പൊ ഫ്ലേക്കിംഗ് വരും, പേടിക്കാനൊന്നുമില്ല. ഈ പിഗ്മെന്റ് തിരിച്ച് നമ്മുടെ ചുണ്ടിലേക്ക് തന്നെ മൈക്രോബ്ലേഡിങ് ചെയ്തില്ലേ, സെയിം എഫക്റ്റ് തന്നെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇനി 35 to 40 daysനുള്ളിൽ സെക്കൻഡ് സിറ്റിംഗ് ചെയ്യും. 35 to 40. എനിക്കിപ്പോ 2 സിറ്റിംഗ് മതി. 2 സിറ്റിംഗ് മതി. നെക്സ്റ്റ് സിറ്റിംഗിൽ ഇപ്പൊ പിഗ്മെന്റ് ഒക്കെ കറക്റ്റായി അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സിറ്റിംഗ് നമുക്ക് കളറിങ് കൊടുക്കാം. നെക്സ്റ്റിലാണ് ഇനി കളറിങ് വരിക. അപ്പൊ അതിലാണ് ശരിക്കും ആ ഒരു ഫീല് കിട്ടുന്നത്. അതെ. അപ്പോൾ ഇതിന് എത്രയാണ് റേറ്റ് പറഞ്ഞ? 8,000 ആണ് ഫസ്റ്റ് സിറ്റിംഗ്. പിന്നെ ലിപ്സിന്റെ ഡാർക്ക്നെസ് നോക്കിയിട്ടാണ് നമ്മൾ സെക്കൻഡ് സിറ്റിംഗ്. മാക്സിമം ഒരു 3 സിറ്റിംഗ് ഒക്കെ 3 to 4 സിറ്റിംഗ് അത്രയൊക്കെ വരിക. അപ്പോൾ പെർ സിറ്റിംഗ് 8,000 വരിക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സീറ്റൊക്കെ ഈ ലിപ് കോണ്ടോറിങ്ങിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സീറ്റ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു കൺസിഡറേഷൻ എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാം. തീർച്ചയായിട്ടും സെക്കൻഡ് സിറ്റിംഗ് മുതൽ നമ്മളത് കുറച്ച് വരാം. അപ്പോൾ നമ്മുടെ ഇവിടെ സ്കിന്നിനുള്ള എല്ലാ കൺസൾട്ടേഷനും നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തായാലും ചെയ്തു, നാനോപ്ലാസ്റ്റി അത് ചെയ്തു, ഞങ്ങൾ 2 പേരും ചെയ്തു. ഇവിടെ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ IV ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ BB ഗ്ലോ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് എല്ലാം പറയണം. അപ്പോൾ BB ഗ്ലോയും അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് IV ചെയ്തു, പിന്നെ മൈക്രോബ്ലേഡിങ് ചെയ്തു, പിന്നെ ഇപ്പോൾ ലിപ് കോണ്ടോറിങ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ BB ഗ്ലോയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ സ്കിന്നിന് ഒരു മേക്കപ്പും ഇല്ല, മേക്കപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. IV കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഈ ഒരു സർവീസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ധൈര്യമായിട്ട് നമുക്ക് എവിടെ വേണേലും പോവാം. നമുക്ക് വേറെ ടൈമൊന്നുമില്ല, കുട്ടിയടിച്ച് വരുന്ന സമയം കളയണ്ടല്ലോ അല്ലേ. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഞാൻ എപ്പോഴും മറന്നു പോകും. അറക്കപ്പടി പെരുമ്പാവൂർ അറക്കപ്പടിയിലാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. താഴെ നമ്പർ മെൻഷൻ ചെയ്യാം. ഡീറ്റെയിൽ എല്ലാം ആ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് വന്നാൽ മതി. ഓക്കെ. അപ്പോൾ ബുക്കിംഗ് 2 days ബിഫോർ എങ്കിലും പറയണം. അപ്പോൾ 2 days ബിഫോർ ബുക്ക് ചെയ്തിട്ട് എൻ്റെ വ്യൂവേഴ്സ് വരിക. അപ്പോൾ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സിറ്റിംഗിൽ ചെറിയൊരു കൺസിഡറേഷൻ ഒക്കെ തരുമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. ധൈര്യമായിട്ട് പോന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.